ഗുരുപരമ്പരയെ വന്ദിച്ചുകൊണ്ട്, ദേവിയെ വന്ദിച്ചുകൊണ്ട് നമ്മൾ ഇന്നൊരു പുതിയ സ്തോത്രം, അത് വായിക്കാൻ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല. എങ്കിലും മഹിഷമർദിനി സ്തോത്രം. അപ്പോൾ നമ്മള് ദേവി മഹാത്മ്യം നന്നായിട്ട് പഠിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കാം. അതിന്റെ 21 ശ്ലോകങ്ങളാണ് മഹിഷാസുര മർദിനി സ്തോത്രത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് എന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് 21 ശ്ലോകങ്ങളുണ്ട്. അത് വായിക്കാൻ ഒരുവിധം നന്നായിട്ട് വായിക്കാൻ പഠിക്കാൻ അർത്ഥത്തോടു കൂടി. ഇത് മാത്രമേ ഉദ്ദേശിക്കണുള്ളൂ. അല്ലാതെ അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് ലളിതാ സഹസ്രനാമം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോ നമുക്ക് ഹൈന്ദവ വേദാന്ത ചിന്തയുടെ അടിസ്ഥാന ശിലയാണ് പരാശക്തി സങ്കല്പം. എല്ലാവർക്കും അറിയാം. പ്രപഞ്ചം അതിൽ നിന്നാണ് ആരംഭിക്കുന്നത്, അതിലാണ് അവസാനിക്കുകയും ചെയ്യുന്നത്. ഈ പരാശക്തി പ്രത്യക്ഷമാകുന്നത് ദേവീ സ്വരൂപത്തിലാണ്. ആ ഒരു അഭയവരദ പ്രദായിനിയായിട്ടിരിക്കുന്ന ലോകമാതാവിനെ പ്രകീർത്തിക്കുന്ന ഒരു അമൂല്യ സ്തോത്രമാണ് ഈ മഹിഷാസുര മർദിനി സ്തോത്രം. ദേവി ഭാഗവതത്തില് വിസ്തരിച്ച് വിവരിക്കുന്ന മഹിഷാസുര വധം, മധുകൈടഭവധം, ശുംഭ നിശുംഭവധം, രക്തബീജവധം എന്നീ കഥകളെ അവലംബിച്ച് രചിച്ച ഈ സ്തോത്രം വായിക്കുമ്പോൾ ശരിക്കും സാക്ഷാൽ ദേവി പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുക. കാരണം ഇതിനകത്ത് വരുന്ന മൂലപ്രകൃതിയായിരിക്കുന്ന ദേവി ത്രിഗുണാത്മികയായിട്ട് ഈ പ്രപഞ്ച സ്വരൂപിണിയായിട്ട് പ്രപഞ്ചത്തില് താൻ നിർമ്മിച്ച, താൻ ഉണ്ടാക്കിയ ജീവജാലങ്ങളെ രക്ഷിക്കാൻ, മനുഷ്യർ മാത്രമല്ല എല്ലാത്തിൻ്റെയും രക്ഷയ്ക്ക് വരുന്ന ദേവിയാണ് ഇതിൽ കാണുന്നത്. പ്രത്യക്ഷ അനുഭവമാണ് ദേവി നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ദേവിയെ പ്രകീർത്തിക്കുന്ന ഈ മഹിഷാസുര മർദിനി സ്തോത്രം എല്ലാ സന്ധ്യാവേളകളിലും വായിക്കുന്നത് അത്യുത്തമമാണെന്ന് പറയുന്നു. ഇത് സമൂഹ ഭജനയായിട്ട് ജപിക്കുന്ന ഒരു സ്തോത്രമാണ്. അപ്പൊ ദേവി തന്നെ പറയുന്നുണ്ട്, കാരണം ഇത് വായിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാകും എന്ന് ദേവി പറയുന്നുണ്ട്. ദേവിക്ക് പല ആകാര ഭേദങ്ങൾ ഉണ്ടെന്നും ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് ഉചിതമായിരിക്കുന്ന ആകാരം തിരഞ്ഞെടുത്ത് ആരാധിക്കുന്നതാണ് ദേവി സ്വരൂപം. ദേവി തന്നെ അത് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നമ്മളെ, അല്ലെ? ദുർഗ, പാർവതി, ഭദ്രകാളി ഏത് സങ്കല്പത്തിലാണ് നമ്മൾ വിചാരിക്കുന്നു, അമ്മയെ ഏത് സങ്കല്പത്തിൽ നമുക്ക് ആരാധിക്കണം എന്ന് തോന്നുന്നോ ആ സങ്കല്പത്തിൽ നമുക്ക് ദേവിയെ ആരാധിക്കാം. ഈ ജഗദംബിക തന്നെയാണ് സപ്ത മാതൃക്കളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഏത് ദേവീ സ്വരൂപം എടുത്താലും നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ബഹുരൂപങ്ങൾക്ക് പിന്നില് ഒരേ ഒരു ചൈതന്യ വിശേഷം മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈ ചൈതന്യ വിശേഷമാകട്ടെ സർവ്വദേവന്മാരുടെയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയും ഏകീകൃതവും ഏകോപിതവുമായിട്ടുള്ള ചൈതന്യമാണ്. ദേവിയുടെ ഒരു ഹുങ്കാരമാണ് ഈ ഖണ്ഡാനാദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ താന്ത്രികമായിട്ട് പറയുകയാണെങ്കിൽ തന്ത്രശാസ്ത്രത്തിലെ മണിനാദം എല്ലാ പൈശാചിക ശക്തികളെ, നെഗറ്റീവ് എനർജികളെ മാറ്റുന്നതാണ് ഈ ഹുങ്കാര ശബ്ദം. അപ്പൊ നമ്മുടെ ഇതിലെ ഓംകാരമാണ് സാധാരണ ഇത് വൈദികമായിട്ട് പറഞ്ഞാൽ ഓംകാരമാണ് ഈ മണിനാദം. പക്ഷെ ഈ ഒരു തന്ത്രശാസ്ത്രം പറയുന്നു ദേവിയുടെ ഹുങ്കാരമാണ്. മണി നമ്മൾ 3 പ്രാവശ്യം അടിക്കുമ്പോൾ എന്നുള്ള ഒരു ദേവി, അതായത് നമ്മളെ സാധാരണഗതി മണി മുഴക്കുമ്പോ എന്താ പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആ ഒരു സൂക്ഷ്മ ശക്തികള്, നമുക്ക് നമ്മുടെ പൂജയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന സൂക്ഷ്മ ശക്തികളൊക്കെ ഇല്ലാതാകട്ടെ. അപ്പൊ ഈ ഓം എന്നുള്ള പ്രണവത്തില് അതേ ശബ്ദം തന്നെയാണ് ദേവിയുടെ ഹുങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ദേവി സൗമ്യയായിട്ടിരിക്കുന്നു, ദേവി സുന്ദരിയാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ദേവി രൗദ്രയായിട്ടാണ്, അല്ലെ? രൗദ്രഭാവം, ഭയതയാണ്. ദേവിയാണ് സുകുമാര കലകളുടെ സങ്കേതം, സൗന്ദര്യ ബോധത്തിന്റെ എല്ലാം അന്തസത്ത ദേവിയാണ്. ദേവി തന്നെയാണ് പരയും അപരയുമായിട്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ടുള്ള സത്യവും സാക്ഷാത്കാരവും ദേവി തന്നെയാണ് കുടികൊള്ളുന്നത്. അപ്പൊ ആരാണോ ദേവിയുടെ വിവിധ രൂപങ്ങളിലൂടെ ഏകമായ സത്തിൽ എത്തിച്ചേരുന്നത്, ദേവി അവർക്ക് കൂടുതൽ പ്രിയപ്പെട്ടതാണ്. അവരെ ദേവി അനുഗ്രഹിക്കണമെന്ന് പറയണു. അപ്പൊ ഈ മഹിഷാസുര മർദിനി സ്തോത്രവും ദുർഗാദേവിയും തമ്മിൽ വളരെ ഒരു കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. കാരണം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ എന്ന് പറയുന്ന നവാക്ഷരി മന്ത്രം തന്നെയാണ് ചാമുണ്ടയുടെയും ദുർഗാ പരമേശ്വരിയുടെയും. അപ്പോൾ ഈ മഹിഷാസുര മർദിനി സ്തോത്രം ദേവി മഹാത്മ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് പ്രധാനമായിട്ട് നമുക്കറിയാം. 5 കഥകള്, ദേവി മഹാത്മ്യത്തിലെ 5 കഥകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ മഹിഷാസുര മർദിനി സ്തോത്രം. അതില് മഹിഷാസുരനെ വധിക്കാൻ ദേവി ചണ്ഡികാ രൂപത്തില്, ദുർഗയുടെ രൂപത്തില് രൂപമെടുത്തുവെന്നും
ആ കഥയാണ് ഇതിൽ പ്രധാനമായിട്ട് വർണ്ണിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. ഈ സ്തോത്രം രചിച്ച ആളിനെ കുറിച്ചും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സ്തോത്രം രാമകൃഷ്ണ കവി എന്ന് പറഞ്ഞ കൃഷ്ണദേവരായരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കവിയാണ് ഇതിന്റെ രചയിതാവെന്ന് പറയുന്നു. അല്ല, ശ്രീ ശങ്കര ഭഗവത്പാദരാണ് ഇത് രചിച്ചതെന്ന് പറയുന്നു. ഇത് അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. ഇതിൽ ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. എന്തായാലും ഏറ്റവും ഉയർന്ന ദേവീ സങ്കല്പവും ഭക്തിയുമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ 21 ശ്ലോകങ്ങൾ രചിക്കാൻ സാധ്യമാവൂ, അല്ലെ? ഇപ്പൊ മഹിഷാസുരന്റെ കഥ ദുർഗാ സപ്തശതിയിലെ 2, 3, 4 എന്ന അധ്യായങ്ങളിലൂടെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ദേവി ഭാഗവതത്തിലും ഇത് കാണാം. ഇപ്പൊ ദുർഗാ സപ്തശതിയിലെ ആ ഒരു ചണ്ഡി പാത്തിൽ വിവരിച്ച ദേവി ഭഗവതിയുടെ സ്തോത്രമാണ് മഹിഷാസുര മർദിനി സ്തോത്രം എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ചണ്ഡി രൂപം എടുക്കുമ്പോൾ ദുർഗാദേവി മഹിഷൻ എന്ന അസുരനെ തോൽപ്പിച്ചത് കൊണ്ട് ഈ സ്തോത്രത്തിന് മഹിഷാസുര മർദിനി സ്തോത്രം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അപ്പോ ഈ ദുർഗയുടെ ശക്തി, ആ ദുർഗ എന്ന് പറയുന്നത് ശക്തി അവതാരമാണ്, അല്ലെ? ആ അവതാരം എല്ലാ ശക്തികളുടെയും മൂല സ്രോതസ്സാണ് ദേവി. അപ്പൊ ദേവി ശക്തി മൂല സ്രോതസ്സാണെന്ന് പറയാൻ കാരണം എന്താ? അതാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും വന്നിരിക്കുന്ന എല്ലാ നിഷേധാത്മകമായിരിക്കുന്ന പ്രവണതകളെ അകറ്റുവാനും കോപം, പക, ക്രോധം, അഹങ്കാരം എന്നിവയെ നിഗ്രഹിക്കുന്ന ഏതൊരു ആത്മാവിന്റെ ഉള്ളിലെ എല്ലാ ഭയങ്ങളെയും ജയിക്കുന്ന ഒരു ആദിശക്തിയാണ് ദുർഗാ ഭഗവതി. ഇപ്പൊ ദുർഗാ മാതാവിന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഒരാള് അമ്മയുടെ മുമ്പിൽ എന്ത് വേണം? പൂർണ്ണമായിട്ട് കീഴടങ്ങേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ദേവിക്ക് അമ്മയുടെ സ്വന്തം രീതിയിൽ ഭക്തനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. ഏത് യുദ്ധത്തില് വിജയിക്കാനും ഭയമോ വെല്ലുവിളിയോ നേരിടാനും ദുർഗാദേവിയുടെ അനുഗ്രഹത്തിനായിട്ടാണ് നമ്മൾ മഹിഷാസുര മർദിനി സ്തോത്രം വളരെ ഭക്തിയോടെ ജപിക്കുന്നത്. യുദ്ധം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം പോലെ ഒരു യുദ്ധം അല്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അതായത് ദേവന്മാരും അസുരന്മാരും നമ്മുടെ ജീവിതത്തിൽ ദിവസവും എന്താ പറയാ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പരസ്പരം. ആര് ജയിക്കും എന്നുള്ള ഒരു മത്സരമാണ് അവിടെ, അല്ലെ? കാരണം ദേവന്മാരെന്ന് പറയുന്ന ആ ഒരു ഈശ്വരനെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ചിന്തകളും പ്രവർത്തികളും അതിനെ എതിരായിട്ട് നിൽക്കുന്ന ആസുരി സമ്പത്തും. അപ്പൊ ഈ മഹിഷാസുര മർദിനി സ്തോത്രം എന്ന് പറയുന്നത് വളരെ ഭക്തിയോടെ പതിവായിട്ട് പാരായണം ചെയ്യണം. എന്തിനാണ്? ദേവി നമ്മുടെ ഉള്ളിൽ ആവിർഭൂതയാവണം. എന്നാലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആസുരി സമ്പത്തിനെ ഇല്ലാതാക്കാൻ സാധ്യമാവൂ. അതുകൊണ്ടാണ് ഭക്തിയോടെ പതിവായിട്ട് പാരായണം ചെയ്യണം. ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന ടെക്സ്റ്റ് പാരായണം ചെയ്യാൻ ഒരുപാട് മുൻവിധികളുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ വെറും 21 ശ്ലോകമേ ഉള്ളൂ. അപ്പൊ യുദ്ധവിജയത്തിനായിട്ട് ദേവി നമ്മളെ അനുഗ്രഹിക്കും. കാരണം എന്താ? നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കർമ്മങ്ങളിലും നമുക്ക് വിജയം തരണം. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ മുതൽ മരണം വരെ കർമ്മങ്ങളാണ്, അല്ലെ? കർമ്മബദ്ധമാണ് ജീവിതം. ആ കർമ്മത്തിൽ നമുക്ക് വിജയം ഉണ്ടാകണം. ഇപ്പൊ മഹിഷാസുര മർദിനി സ്തോത്രം പാരായണം ചെയ്യുന്നത് കൊണ്ട് ഈ സംസാര പ്രപഞ്ചത്തിലെ നിത്യ നൈമിത്തിക കാമ്യകർമ്മങ്ങളിൽ വരുന്ന തടസ്സങ്ങളെല്ലാം, അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം മറികടക്കാൻ നമ്മുടെ ഈ മനഃശക്തിയായിരിക്കുന്ന ദേവി നമ്മുടെ കൂടെ സദാ ഉണ്ടായിരിക്കും. അതാണ് ഈ സ്തോത്രത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോ മഹിഷാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്തുന്ന ദുർഗാദേവി, അല്ലെ? ആ ഒരു ദുർഗാദേവിയുടെ ശക്തികൾ എന്ന് പറയുമ്പോൾ ദുർഗാദേവിക്ക് അനേകം ശക്തികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ത്രിശക്തികളായിട്ട് നമ്മൾ പറയാറുണ്ട്: മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. അപ്പൊ ഈ ശക്തികളെല്ലാം തന്നെ നമ്മളെ അനുഗ്രഹിക്കും. ഈ സ്തോത്രം വീട്ടില് വായിക്കുന്നതോടൊപ്പം നവരാത്രികളില് ഈ 9 രൂപത്തില് ദേവിയെ ആരാധിക്കണം. ഇതിന് പ്രധാനമായിട്ടൊരു പങ്കുണ്ട്. കാരണം 9 ദിവസം 9 ആവരണങ്ങള് 9 തലങ്ങളെന്ന് പറയാറുണ്ട്. അപ്പൊ ദേവന്മാരും എല്ലാം ഈ ദേവന്മാരെയും എല്ലാ മനുഷ്യരെയും ഭയപ്പെടുത്തുന്ന മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരനെ നശിപ്പിക്കാൻ ചണ്ഡി അവതാരത്തില് ദുർഗാദേവി എന്ന് പറയുന്ന ആ മഹാമായ ശാരീരിക രൂപം സ്വീകരിച്ചു. അതാണ് ത്രിഗുണാത്മികമായിട്ടുള്ള രൂപം സ്വീകരിച്ചു എന്ന്. നമ്മളെ പോലെ ഒരു മനുഷ്യ രൂപം എടുത്തു വരികയാണ് ദേവി. അപ്പോ ആ അസുരനെ നശിപ്പിക്കാൻ വേണ്ടി ആ ദുർഗാദേവിയാണ് മഹാമായയായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കഥ ദുർഗാ സപ്തശതിയിലുണ്ട്. അതാണ് നമ്മളോട് അതിൽ പറയുന്നത് 2-ാമത്തെ അധ്യായം. ഇപ്പൊ പരമ്പരാഗതമായി അനുസരിച്ച്
നവരാത്രിയുടെ 9 ദിവസങ്ങളില് മഹിഷാസുരനുമായിട്ട് ദേവിയുടെ യുദ്ധം സംഭവിച്ചു എന്നും ഒടുവില് 10ാമത്തെ ദിവസം വിജയദശമി എന്ന് പറയുന്ന ആ ദിവസം അമ്മയുടെ വിജയ ആഘോഷം നടക്കുന്നു എന്ന് നമുക്കറിയാം അല്ലെ. നവരാത്രി ഉത്സവത്തിൽ ഉടനീളം നാം ദേവിയോടുള്ള ഭക്തി നമ്മൾ ഭക്തിയിൽ ഇരിക്കുമ്പോ, ദേവിയെ വിളിക്കുമ്പോ, സദാ അമ്മയെ പ്രാർത്ഥിക്കുമ്പോ അമ്മ വന്നിട്ട് എന്താ ചെയ്യുന്നത്? 10ാമത്തെ ദിവസം നമുക്ക് വിജയത്തെ പ്രദാനം ചെയ്യുകയാണ്. നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് ഇത് മൂന്നും ത്രികരണ ശുദ്ധി നമുക്ക് തരികയാണ് ദേവി. ഇവയെ ശുദ്ധീകരിക്കുന്ന ആ ഒരു എന്താ പറയാ, ആ ദേവി തന്നെ വരണം, എന്നാലേ നമുക്ക് 3 തലങ്ങളാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ത്രിഗുണാത്മിക എന്ന് പറയുന്നത്. സത്വ, രജസ്, തമോ ഗുണങ്ങള് ഇത് 3നെ മാറ്റിക്കൊണ്ട് ഇതിനെ അതിക്രമിക്കുന്ന ഒരു തലം ദേവി നമുക്ക് തരും. അപ്പൊ ഇവയെ ശുദ്ധീകരിക്കുന്ന എവിടെയാണ്? നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിലാണ് അല്ലെ. അപ്പൊ നമ്മുടെ സ്വന്തം ഹൃദയത്തിലിരുന്ന് മനസ്സിലുള്ള എല്ലാ നിഷേധാത്മക ശക്തികളോടും ഈ ദേവിയാണ് പോരാടുന്നത്. അപ്പൊ ഓരോ അധ്യായം വായിക്കുമ്പോഴും, ഇതിലെ ഓരോ ശ്ലോകം വായിക്കുമ്പോഴും, ഓരോ അസുരന്മാരായിട്ട് ദേവി കൊല്ലുമ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന നെഗറ്റിവിറ്റിയാണ് ഇല്ലാതാകുന്നത് നമ്മൾ സങ്കല്പിച്ചോളണം. കാരണം വിജയദശമി ദിനത്തില് നമ്മുടെ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന ദശലക്ഷക്കണക്കിനുള്ള പാപങ്ങളിൽ നിന്ന്, ഇല്ലെങ്കിൽ നിഷേധാത്മകതയുടെ രൂപത്തിൽ നിന്ന് നമ്മൾ മോചിതമാവണമെങ്കിൽ, നമ്മൾ പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ ആര് വേണം? ഈ ദേവി നമ്മോടൊപ്പം വേണം, നമ്മുടെ ആത്മശക്തിയായിട്ട് അല്ലെ. നവരാത്രികളിൽ ഉടനീളം മഹിഷാസുര മർദ്ദിനി സ്തോത്രം ജപിക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണ്. ഈ 9 ദിവസം, ആ 10ാമത്തെ ദിവസം വിജയാഘോഷമാണ്. എന്താ വിജയിക്കാൻ കാരണം? എല്ലാ അസുരന്മാരെയും ദേവി ഇല്ലാതാക്കി. അപ്പൊ ശുദ്ധവും മനോഹരമായിട്ടുള്ള ഈ സ്തോത്രത്തിന് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസിനെ നശിപ്പിക്കാന് വളരെ വളരെ ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് പറയണു. അപ്പൊ സൗന്ദര്യ ലഹരിക്ക് ശേഷം ഗുരു ആദിശങ്കര ഭഗവത് പാദരുടെ ഈ ദുർഗാദേവിക്ക് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സ്തോത്രമാണ് മഹിഷമർദ്ദിനി സ്തോത്രമെന്നും ചില പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പാർവതി ദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കുക മാത്രമല്ല, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വിപത്തുകളിൽ നിന്ന് വിജയിക്കാനും അന്യരുടെ നിഷേധാത്മകമായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ദേവി ഭക്തർ ഈ സ്തോത്രം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ത്രിഗുണാത്മിക ആയിട്ടിരിക്കുന്ന ദേവി ത്രിഗുണങ്ങളുടെ ആധിക്യമുള്ള ഭക്തജനങ്ങളെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണു. ജ്യോതിഷപരമായിട്ട് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്താണ് ജ്യോതിഷപരമായിട്ടുള്ള പ്രാധാന്യം? കാളി എന്ന് പറയുമ്പോൾ ദുർഗ, കാളി 2 ഭാവമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇതില് ഒരു മഹിഷൻ എന്ന് പറഞ്ഞാല് കാള, അല്ലെങ്കിൽ പോത്തിന്റെ രൂപമായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. കാള മഹിഷാസുരന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് ആ കാള എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സാധാരണ ശിവൻ കാളയുടെ പുറത്താണ് വരുന്നത്, ധർമ്മ പ്രതീകമാണ് അല്ലെ. നന്ദികേശ്വരൻ വെളുത്ത കാള. പക്ഷെ ഇവിടെ മഹിഷാസുരനെയും കാളയായിട്ട് പറയുന്നു. എന്താണ് ഈ കാള റെപ്രസെന്റ് ചെയ്യുന്നത്? അതിമോഹം, എന്താ പറയാ, അക്രമ സ്വഭാവം, അമിത ആത്മവിശ്വാസം, ശക്തി, പ്രവചനാതീതമായിരിക്കുന്ന സ്വഭാവം, സ്ഥിരോത്സാഹം, ഇതെല്ലാമാണ് ഇവിടെ മഹിഷാസുരൻ എന്ന് പറയുന്ന ആ കാള പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ ത്യാഗത്തിലൂടെ ഫലഭൂയിഷ്ഠതയുടെ പ്രതീകമാണ് കാള. അഹങ്കാരം എന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവം, ദിശാബോധമില്ലാത്ത അഭിലാഷങ്ങള്, അധികാരമോഹം, അഹങ്കാരം, അമിതമായിരിക്കുന്ന ലൈംഗിക ആസക്തി, ഇവയാൽ അറിയപ്പെടുന്ന രാശിയാണ് വൃഷഭ രാശി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കലണ്ടറില്, നമ്മുടെ ആ ഒരു അസ്ട്രോളജിക്കലി നോക്കുകയാണെങ്കിൽ വൃഷഭ രാശി ഇതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ പ്രതീകാത്മകമായിട്ട് കാളയ്ക്ക് പുരുഷ സ്വഭാവമാണ് പറയുന്നത്. അതിനാലാണ് കാളയുടെ ആ അർത്ഥം ശക്തി, വീര്യം, അമിതമായിട്ടുള്ള ആക്രമണം ഇവയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ശാരീരികമായും ആന്തരികമായിട്ടും ബലഹീനത അനുഭവപ്പെടുന്ന ഓരോ വ്യക്തിയും ഈ ആക്രമണം, കോപം, ഭയം ഇവയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മഹിഷാസുരൻ എന്തിനെയാണ് നമ്മളെ കാണിക്കുന്നത്? മഹിഷാസുരൻ എന്ന് പറയുന്നത് പ്രതീകാത്മകമായിട്ട് പ്രതിനിധീകരിക്കുന്നത് ആത്മശക്തി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ്. ആത്മാവ് നഷ്ടപ്പെട്ട പിന്നെ എന്താ ഉള്ളത്? നമുക്ക് ശരീരം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ആത്മശക്തി നഷ്ടപ്പെട്ടു. കാരണം അവൻ എന്താണ്? ഭയം, ഡ്യുവാലിറ്റി. അപ്പൊ അവന് എന്താ? എല്ലാരും വ്യക്തികളെ ആക്രമിക്കാനും തന്റെ അഹങ്കാരം ബാക്കിയുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുമുള്ള ഒരു വ്യഗ്രത. അപ്പൊ ഈ മഹിഷാസുരനെ വധിക്കാനായിട്ട് ആർക്കേ സാധിക്കുള്ളൂ? ഒരു ദിവ്യ മാതൃശക്തിക്ക് മാത്രമേ സാധ്യമാവൂ. അപ്പൊ ദിവ്യ മാതൃശക്തിയുടെ അനുഗ്രഹം ഏതൊരു മനുഷ്യനും മഹിഷരൂപത്തിൽ കാണപ്പെടുന്ന ആസുരിക പ്രവണതകളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്?
ഒരു മാതൃഭാവത്തിലുള്ള ദേവി, അതായത് ഒരു അമ്മയ്ക്കാണ് ഈ സ്വഭാവത്തെ മാറ്റാൻ പറ്റുക, അല്ലെ? അപ്പൊ ഈ അഭിനിവേശം, കോപം, ഈ സ്വഭാവത്തിലെ ക്രൂരത എല്ലാം അവരവരുടെ ആത്മാവിനെ മറച്ചുകൊണ്ട് അതിൽ അഴുക്കുകൾ പടർത്തി തമോ ഗുണികളായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരെല്ലാം എങ്ങനെയാണ് തമോ ഗുണത്തിന് അടിപ്പെട്ട് അവരുടെ സ്വസ്വരൂപത്തെ അറിയാതെ, അവർ ഈശ്വരനെ ആശ്രയിക്കാതെ, അവര് സ്വന്തം അഹങ്കാരം, തന്റെ ശരീരമാകുന്ന ശക്തിയിൽ അഹങ്കരിച്ച് ജീവിക്കുന്നു. അതുമാണ് തമോ ഗുണികൾ എന്ന് പറയാം. രജോ ഗുണം പോലും അല്ല അവർക്ക്, തമോ ഗുണികൾ. അതുകൊണ്ടാണ് പോത്തിന്റെയും കാളയുടെയും രൂപത്തിൽ പറയുന്നത്. അപ്പൊ അവര് ഏറ്റവും താഴത്തെ ചക്രത്തിലാണ് അവർ ജീവിക്കുന്നത്. ഉയർന്ന ചക്രങ്ങളിൽ എത്താനായിട്ട് എന്ത് വേണം? ആവശ്യമായിട്ടിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ഊർജം വേണം. ആ ഊർജം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഊർജം, അല്ലെ? സത്വഗുണം. അപ്പൊ ഈ എരുമയ്ക്ക് തുല്യമായിട്ടിരിക്കുന്ന നീച മനുഷ്യര് ഈ തമോ ഗുണത്തിൽ ഏറ്റവും താഴത്തെ ചക്രത്തിലാണ് അവർ ജീവിക്കുന്നത്. ഈ മഹിഷത്തിന്റെ, അതായത് ഈ കാളയുടെ 2 കൊമ്പുകള് സൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു ആ മായയെ, അല്ലെങ്കിൽ സൃഷ്ടിയിലുള്ള തിന്മയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദുർഗാ ഭഗവതി മഹിഷാസുരനുമായിട്ടുള്ള പോരാട്ടം നന്മയും തിന്മയും തമ്മിലുള്ള ധർമ്മയുദ്ധമാണെന്ന് പറയാൻ കാരണം. ദേവി 2 കൊമ്പുകളിൽ പിടിക്കുന്നുണ്ട്, ഇല്ലേ? മഹിഷാസുരന്റെ 2 കൊമ്പുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകുത്തിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? എപ്പോഴാണോ നമ്മൾ മായ വിട്ടുപോകുന്നത് അപ്പോൾ മാത്രമേ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ പറ്റുള്ളൂ. ദേവി മുന്നിൽ വന്ന് നിന്നിട്ടും തമോ ഗുണിയായ മഹിഷാസുരന് ആ അമ്മയെ അറിയാൻ പറ്റുന്നില്ല. തന്റെ മാതൃഭാവത്തില് വാത്സല്യത്തോടു കൂടിയുള്ള അമ്മയുടെ മുഖം ഇയാള് ശ്രദ്ധിക്കണില്ല. എന്താ കാര്യം? അദ്ദേഹത്തിന്റെ ഈ മഹിഷാസുരന്റെ ആത്മാവിനെ പോലും അഴുക്കുകൾ മറച്ചിരിക്കുകയാണ്, ഇല്ലേ? ആണവ, മായിക, കാർമിക മലങ്ങള്, അത് ഈ 3 മലത്രയങ്ങള് മാത്രമല്ല, തമോ ഗുണത്തിന്റെ പ്രതീകമാണ് കാള. അപ്പോ എന്താണ് ശരിക്കും പറഞ്ഞാല് ഈ മഹിഷാസുരൻ എന്ന് പറയുന്ന തിന്മയുടെ പുറത്ത് ആ ഒരു നന്മയായിരിക്കുന്ന ദേവി ആ തിന്മകളെ എല്ലാം മാറ്റി മഹിഷാസുരൻ എന്താണ് കൊടുക്കുന്നത്? ശിവസായുജ്യ പദവി കൊടുക്കുകയാണ്. അപ്പൊ ഈ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. മനുഷ്യന്റെ മൃഗീയ വാസനകളെ ഇല്ലാതാക്കാൻ ദൈവിക ശക്തിയായ ഭഗവതിക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. വേറെ ആർക്കും പറ്റില്ല. എന്താ വേറെ ദേവതമാർക്ക് വരാൻ പറ്റാത്തത്? എന്തുകൊണ്ട്? അവരെ കൊണ്ട് പറ്റില്ല. കാരണം അത്രയ്ക്ക് കട്ട പിടിച്ച ഇരുട്ടെന്ന് പറയില്ലേ, അവിടെ പ്രകാശം വരണമെങ്കിൽ ആര് വേണം? ഈശ്വര ശക്തി തന്നെ വരണം. അപ്പൊ മൃഗത്തെ, അതായത് മൃഗ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ഒരു നിത്യ അനിത്യ വിവേകമില്ലാത്ത സ്വഭാവം എന്നർത്ഥം. അപ്പൊ മൃഗത്തെ മനുഷ്യനാക്കാൻ എന്ത് വേണം? ശരീരവും മനസ്സും ശുദ്ധീകരിക്കണം. ആ ശരീരത്തിനകത്താണ് മനസ്സിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ശരീരത്തെയും മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഒറ്റ മന്ത്രമേ ഉള്ളൂ. ആ മന്ത്രത്തിന്റെ പേരാണ് ദുർഗാ മന്ത്രം. എന്താണ് ദുർഗാ മന്ത്രം? ആ ദുർഗാ മന്ത്രത്തെയാണ് നമ്മൾ നവാക്ഷരി മന്ത്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആത്മീയമായിട്ട് ഉയരാനായിട്ട്, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ, ഈ ശരീരത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കാർമിക മലം, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും മലം അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കർമ്മങ്ങളെ ദഹിപ്പിക്കാനാണ് നമ്മൾ നവാക്ഷരി മന്ത്രം. എവിടെയാണിത്? മണിപൂരക ചക്രത്തിൽ. അഗ്നിയാണ് ദുർഗ. അതാണ് ജാതവേദസേ സുനവാമ സോമഹ. ദേവി എങ്ങനെയാണ്? ആ ഒരു ജനിക്കുമ്പോൾ തന്നെ ശുദ്ധമായ അഗ്നിയെ പോലെ ഇരിക്കുന്നവളാണ്, അല്ലെ? അഗ്നി ദുർഗ, ജലദുർഗ. ദുർഗ വളരെ പല തരത്തിൽ 13 തരത്തിലുള്ള ദുർഗമാരെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വിശേഷം ആരാണ്? അഗ്നി ദുർഗ. അപ്പൊ ഈ ദുർഗയ്ക്ക് എന്താ ഈ ദുർഗ നാമത്തിന് ഇത്രയും പ്രാധാന്യം? ദുർഗ എന്നുള്ള വാക്ക് പോലും വളരെ ശക്തമാണ്. കാരണം അത് അഗ്നി പോലെ ജ്വലിക്കുന്നതാണ്. അപ്പോ ആ അഗ്നിയില് എല്ലാവരുടെയും പാപങ്ങള്, ആരൊക്കെയാണോ പാപങ്ങളോടുകൂടി, മഹിഷാസുരൻ മാത്രമല്ല എല്ലാ മനുഷ്യ ജന്മങ്ങളിലും പാപങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ആ പാപമുള്ള മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാൻ ഈ ദുർഗാ മന്ത്രത്തിന് വളരെയധികം ശക്തിയുണ്ട്. ഈ ലളിതാ ത്രിപുര സുന്ദരി മന്ത്രം എന്താ? അത് മോക്ഷമന്ത്രമാണ്. ഈ ദുർഗാ മന്ത്രം കൊണ്ട് നമ്മുടെ ശരീരം ശുദ്ധമായാൽ മാത്രമേ മോക്ഷമന്ത്രമായിരിക്കുന്ന പഞ്ചദശി ജപിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ശുദ്ധമാവാത്ത മനസ്സിലെ ലളിതാ ത്രിപുര സുന്ദരിയെ ഉപാസിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ പ്രാരംഭമായിട്ട് എന്താ വേണ്ടത്? ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കണം. അപ്പോ ഈ ആത്മീയമായിട്ട് നമ്മൾ ഉയരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്വസ്ഥതയും സമാധാനവും സ്ഥിരബുദ്ധിയും വേണം, അല്ലെ? ഒരു പോത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു കാളയെ പോലെ എപ്പോഴും കോപവും പകയും വിദ്വേഷവും അഹങ്കാരവും നിറഞ്ഞ ഒരു മനസ്സിൽ ഒരിക്കലും നമുക്ക് ഈശ്വരന്റെ
നമുക്ക് പ്രകാശ വിമർശങ്ങളാണ് ദേവി. ആ പ്രകാശമേ മറഞ്ഞിരിക്കണം. പിന്നെ വിമർശ സ്വരൂപിണിയായിരിക്കണം അമ്മയെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ആ ആത്മജ്യോതിയെ മറച്ചുകൊണ്ട് നമ്മുടെ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങള് മറച്ചു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ആത്മജ്യോതിയെ. ഈ ദുർഗാദേവി ധ്യാനം എന്താണ്? സത്വഗുണ പ്രധാനിയായിരിക്കുന്ന ദുർഗാദേവി. അമ്മ സത്വഗുണ പ്രധാനിയാണ്. അപ്പൊ ആ ദേവിയുടെ മന്ത്രം എന്താണ്? വ്യക്തികളുടെ ദുഷ്കർമ്മങ്ങളെ ഇല്ലാതാക്കി മുക്തിയുടെ, അതായത് മോചനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അസുരരംഭയുടെയും മഹിഷി എന്ന പെൺ എരുമയുടെയും പുത്രനായിട്ടാണ് മഹിഷൻ. ഭാഗികമായിട്ട് എരുമയും അസുരനുമായിരുന്നു. അതായത് നമ്മൾ കാണുന്നുണ്ടല്ലേ, ദേവിയുടെ ആ ഒരു തള്ളവിരൽ കൊണ്ട് ചവിട്ടി പിടിക്കുമ്പോൾ അയാളുടെ യഥാർത്ഥ സ്വരൂപം പുറത്തു വരിക. പകുതി എരുമയും പകുതി മനുഷ്യ സ്വരൂപവും. എന്താണ്? നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലെ? മനുഷ്യന്റെ സ്വഭാവം നമ്മൾ പുറത്തു നോക്കണമെങ്കിൽ മനുഷ്യൻ, പക്ഷെ അകത്തോ യാതൊരു വിവേചന ശക്തിയും ഇല്ലാത്ത പെരുമാറ്റം, കോപം, പക. ഈ ആസുരിക സമ്പത്തുള്ളവരെല്ലാം മഹിഷാസുരന്മാരാണ്. അപ്പൊ ഈ അനേക വർഷം തപസ് ചെയ്ത മഹിഷൻ, പക്ഷെ ഈ മഹിഷൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തപസ് ചെയ്യണമെന്ന് അറിയായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി തന്നെ വധിക്കാൻ ഒരു സ്ത്രീയാൽ മാത്രമേ പാടുള്ളൂ എന്ന വരവും വാങ്ങി ഇങ്ങനെ അനശ്വരനായി എന്ന് വിശ്വസിച്ചു മഹിഷൻ. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, എന്താ പറയാ, ഒരു അബലയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മഹിഷൻ തന്റെ ദേഹത്തില് ആ ഒരു ശരീര ബലത്തിൽ അഭിമാനിച്ചുകൊണ്ട് സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന്. കാരണം ആർക്കും ഒരു ശരീരത്തെ ഒരുപാട് വർഷം ഇവിടെ വെക്കാൻ പറ്റില്ല. ആദ്യം അസുരന്മാര് ചോദിക്കുന്നത് എന്താ? മരണമില്ലായ്മയാണ് ചോദിക്കുക. അപ്പൊ മരണമില്ല, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് ഈശ്വരൻ പറയുമ്പോ എന്താ? ഉടനെ പറയും വളരെ കൊച്ചു കുഞ്ഞിന്റെ കൈ കൊണ്ട്, ഇല്ലെങ്കിൽ സ്ത്രീയുടെ കൈ കൊണ്ട്. കാരണം അവരെയൊക്കെ വളരെ പുച്ഛമാണ്, അവർക്കൊന്നും ശക്തിയില്ല. എന്നെ കൂടെ നേരിട്ട്, എന്നെ പോലെ കായിക ബലമുള്ളവർ മാത്രമേ എന്നുമായിട്ട് മത്സരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ അവർ വിചാരിക്കുന്നു. അപ്പോ ആ ഒരു, എന്താ പറയാ, ഈ വരം ഒരു സ്ത്രീയാൽ മാത്രമേ മരിക്കുകയുള്ളൂ എന്നുള്ള വരം കിട്ടിക്കഴിഞ്ഞപ്പോ ഇയാൾ എന്തായി? വളരെ വളരെ അഹങ്കാരിയായിട്ട് തീർന്നു. ആകാശത്തിനും ദേവന്മാർക്കും ഒക്കെ ഒരു ഭീഷണിയായിട്ട് തീർന്നു. അങ്ങനെ ദേവകള്, ത്രിമൂർത്തികള്, ദേവന്മാര് എല്ലാവരും ചേർന്ന് സൂര്യനെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു പ്രകാശത്തെ വർഷിച്ചുവെന്നും ഈ പ്രകാശത്തിൽ നിന്ന് ആദിശക്തിയുടെ മൂർത്തി രൂപമായിരിക്കുന്ന ദുർഗാ ഭഗവതി ആവിർഭവിച്ചുവെന്നും പറയുന്നു. ദേവന്മാരും ത്രിമൂർത്തികളും എല്ലാം ദേവിക്ക് ആയുധങ്ങൾ സമ്മാനിച്ചു. സുദർശന ചക്രം, തൃശൂലം, വജ്രായുധം, ഇല്ലേ, എല്ലാം, വാള് എല്ലാം നൽകി. അവസാനം തന്റെ പിതാവായിരിക്കുന്ന ഹിമവാൻ എന്ത് കൊടുത്തു? ദുർഗാദേവിക്ക് യാത്ര ചെയ്യാൻ ഒരു സിംഹത്തെ നൽകി. 9 ദിവസം മഹിഷാസുരനോട് യുദ്ധം ചെയ്ത് 10ാം ദിവസം ആ വിജയം തന്റേതാക്കി തന്റെ വാളുകൊണ്ട് അവന്റെ തല വെട്ടി മാറ്റി. അപ്പൊ മഹിഷാസുര മർദ്ദിനി സ്തോത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആസുരിക ഭാവങ്ങളെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആസുരിക ഭാവങ്ങൾ ഇല്ലാതാക്കുന്നു. ആത്മാവ്, മനസ്സ്, ശരീരം ഇവയെ മറയ്ക്കുന്ന ഭയം, കോപം, അഹങ്കാരം ഇവയെല്ലാം ഇല്ലാതാക്കുന്നു. മാത്രമല്ല ഈ ജീവിത യാത്രയിലെ തടസ്സങ്ങളൊക്കെ മാറ്റി 9 രൂപത്തിലുള്ള ദുർഗാ ഭഗവതി തന്റെ ഭക്തന്മാരെ രക്ഷിക്കണു. ആദിശങ്കര ഭഗവത്പാദന്റെ ഒരു ശക്തമായിരിക്കുന്ന ദുർഗാ സ്തുതി എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങള്, കർമ്മഫലങ്ങള്, ദോഷ അനുഭവങ്ങള് എല്ലാം കടത്തിവിടുന്നത് ഈ ഭവതാരിണിയായിരിക്കുന്ന ദുർഗാ ഭഗവതിയാണ്. 10 കൈകളോടുകൂടി അതിൽ ആയുധങ്ങൾ ധരിച്ച് സിംഹവാഹിനിയായിട്ട് നിൽക്കുന്ന ഭഗവതിയുടെ രൂപം ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഭയം, കോപം, ഈഗോ എല്ലാം മാറിപ്പോവും. ആ ഒരു ചിത്രം ഒന്ന് കണ്ടാൽ മതി. അത്രയ്ക്ക് സൗന്ദര്യമായിട്ട് നിൽക്കുന്ന, നമ്മുടെ ഉള്ളിലെ എല്ലാ ആസുരിക ഭാവങ്ങളെയും ഇല്ലാതാക്കുന്ന ആ ഒരു ചിത്രം. അപ്പോ ദേവി തന്റെ ഭക്തനെ ശുദ്ധീകരിച്ച്, കാരണം ഭക്തനെ എങ്ങനെയാ ശുദ്ധീകരിക്കുന്നത്? മൈൻഡ്, ബോഡി, സോൾ. ഇതാണ് നമ്മുടെ ശരിക്കും മൈൻഡ് ബോഡി കോംപ്ലക്സ് എന്ന് പറയും അല്ലെ? അപ്പൊ ഈ 3 എണ്ണത്തിനെയും, ശരീരം, മനസ്സ്, ആത്മാവ്, ഒരു കവചമായിട്ട് ആ ഭക്തനെ സംരക്ഷിച്ചുകൊണ്ട് അവനൊരു കവചമായിട്ട് ദേവിയുടെ മന്ത്രം വർത്തിക്കും. മന്ത്രത്തെ ജപിക്കുമ്പോ എന്താ ഉണ്ടാവുന്നത്? മന്ത്രദേവത നമ്മുടെ ഉള്ളില് ആവിർഭൂതയാകും. ഈ സ്തോത്രം തുടങ്ങുന്നത് ഐഗിരി നന്ദിനി എന്നും തീരുന്നത് ജയ ജയ ഹേ മഹിഷാസുര മർദിനി എന്നാണ്. അപ്പൊ യുദ്ധസന്നദ്ധയായിട്ട് നിൽക്കുന്ന ദേവി. അപ്പൊ യുദ്ധത്തിന്, എന്ത് യുദ്ധം? ആത്മയുദ്ധം അല്ലേ? നമ്മളെ രക്ഷിക്കാൻ, ഞാൻ എന്ന് പറയുന്ന സ്വത്വത്തെ രക്ഷിക്കാനായിട്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്ന, നമ്മുടെ വെളിയിൽ നിന്ന് വരുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ നിൽക്കുന്ന രണദേവതയാണ്. അപ്പൊ ദേവി എപ്പോഴും സദാ യുദ്ധസന്നദ്ധയായിട്ടാണ് നിൽക്കുന്നത്. ആ ദേവിയാണ് നമ്മൾ ശരണാഗതി ചെയ്യുന്നത്. കാരണം എന്താ? സാധാരണ എന്താ പറയാ, ഒരു
നമ്മളെ ശാംഭവി മുദ്രയിൽ ഇരിക്കുന്ന ഒരു ദേവി ശരണാഗതി ചെയ്ത് ചിലപ്പോൾ ദേവി നമ്മളെ കണ്ടില്ല എന്നിരിക്കും. ദേവി കണ്ണടച്ച് സ്വസ്വരൂപത്തിലാണ് ഇരിക്കുന്നത്, അല്ലെ? ദേവിയോ ശിവനോ ആരോ ആവട്ടെ. പക്ഷെ ഈ ദേവിയോ യുദ്ധസന്നദ്ധയായിട്ട് ആയുധങ്ങളും കയ്യിൽ പിടിച്ച്, ആരാണ് എന്നെ വിളിക്കുന്നത്, ഞാൻ ആർക്കാണ് ഉപകാരം ചെയ്യേണ്ടത്, ആ അമ്മയുടെ കരുണ നോക്കൂ, അങ്ങനെ റെഡിയായി നിൽക്കുക സിംഹത്തിന്റെ പുറത്ത്. അപ്പൊ ഈ ചണ്ഡികാദേവി എന്താ, നമ്മൾ യുദ്ധസന്നദ്ധയായിട്ട് നിൽക്കുന്ന ദേവിയുടെ മുമ്പില് ശരണാഗതി ചെയ്യണം. കാരണം ഈ ചണ്ഡികാദേവി ദുർഗയായിട്ട് മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മധുക, ഇടബൻ, രക്തബീജൻ, ശുംഭ, നിശുംഭൻ, മഹിഷാസുരൻ തുടങ്ങിയവരെ വധിക്കാനാണ്, അല്ലെ? ഈ ദേവി സ്തോത്രത്തില് ശരിക്കും പറഞ്ഞാല് പാർവതി, കാളി, ഭഗവതി, കമല തുടങ്ങി പല രൂപങ്ങളും വരുന്നുണ്ട് ദേവിയുടെ. അപ്പൊ ശത്രുക്കളെ നിഗ്രഹിക്കാനായിട്ട് ദുർഗാമന്ത്രം, ആ ഒരു ദുർഗാമന്ത്രത്തിന്റെ ശക്തി വളരെ അപാരമാണ്. ദേവിക്ക് തന്നെ പല രൂപങ്ങൾ, എങ്ങനെയാണോ മഹിഷാസുരൻ മായ കൊണ്ട് തന്റെ രൂപത്തെ മാറ്റുന്നത്, അതുപോലെ ദേവിയും തന്റെ രൂപത്തെ മാറ്റി തത്തുല്യമായിരിക്കുന്ന ശക്തിയായിട്ട് വന്ന് ഈ ഒരു ആസുരിക ഭാവങ്ങളെ ഇല്ലാതാക്കുകയാണ്. ഇപ്പൊ ദുർഗാദേവി എന്ന് പറഞ്ഞാല് ആ ഒരു ഹിന്ദു സംസ്കാരത്തിലെ ആദിശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മള് യാദേവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്ഥിത, നമസ്തസ്യേ 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 നമോ നമ. ആദിശക്തിയാണ് അമ്മ, പരംപൊരുളാണ്, ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. ഈ മഹിഷമർദ്ദിനി സ്തോത്രം രചിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ശബ്ദ വിന്യാസത്തിലാണ്. ഓരോ വാക്കിനും ഓരോ ശബ്ദ തരംഗങ്ങളുണ്ട്. ഇത് ശരീരത്തിലെ വിവിധ ദേവതാ ശക്തികളെ ഉണർത്തുന്നു. ശരീരത്തിലെ അതായത് ആ ഒരു അശുദ്ധ ശബ്ദ തരംഗങ്ങളെ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് അശുദ്ധങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, വാക്കുകളിലൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെ? ഈ ഒരു നെഗറ്റീവ് എനർജിയെ ഈ ശബ്ദ തരംഗങ്ങള് ഇല്ലാതാക്കണം. അപ്പൊ മഹിഷാസുരന്റെ രൂപമാറ്റം, ആ രൂപമാറ്റം എന്തൊക്കെയാണ്? എരുമയായിട്ട്, ആനയായിട്ട്, സിംഹമായിട്ടുള്ള മാറ്റങ്ങള് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ ദിവസവും നമുക്ക് പല പല ആഗ്രഹങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഒരാഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ അടുത്തത് വരും, ഇല്ലേ? ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ വിക്ഷേപ ശക്തി എന്ന് പറയുന്നത്. ദേവി മഹാത്മ്യത്തിലെ രണ്ട് പ്രധാന കാര്യങ്ങള് ആവരണവും വിക്ഷേപവുമാണ്. അപ്പോ ഒരാഗ്രഹം കഴിയുമ്പോഴത്തേക്ക് വരും. നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ആഗ്രഹങ്ങളുടെ പുറകെ പായുന്ന മനസ്സ്. ഇത് രജോ ഗുണത്തിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പ്രാണശക്തിയെ ഉണർത്തി പ്രാണശക്തി ഉണർന്നാൽ മാത്രമേ, അതിനെ ഉയർത്തിയാൽ മാത്രമേ ഈ കാമം, ക്രോധം, അലസത, തമോ ഗുണം എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാല്, നമുക്ക് സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ, സ്പിരിച്വൽ പ്രോഗ്രസ്സിന് ഈ പോസിറ്റീവ് എനർജി അത്യാവശ്യമാണ്. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ദേവതയിൽ നിന്ന് കിട്ടുന്ന എനർജി, അല്ലെ? അപ്പോ ആ ഒരു ഏറ്റവും അധികം പോസിറ്റീവ് എനർജിയാണ് ദുർഗ എന്ന നാമത്തിലുള്ളത്. കാരണം ദുർഗ 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 എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ത്രിമൂർത്തി സ്വരൂപമാണ് ദുർഗാ ഭഗവതി. ദുർഗ എന്നുള്ള ഒറ്റ നാമത്തിൽ നമുക്ക് കിട്ടുന്നത് മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, 3 പേരുടെ അനുഗ്രഹമാണ്. അപ്പൊ ദേവി 12ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മഹിഷമർദ്ദിനി സ്തോത്രം വായിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാകും, അവിടെ വിട്ടു പോകില്ല എന്നൊക്കെ. ഈ സ്തോത്രം വായിക്കുന്നത് കൊണ്ട് മാത്രം പോരാ, കാരണം ഇതിന്റെ അർത്ഥം കൂടെ നമ്മൾ അറിയണം. അല്ലാതെ ചുമ്മാ വായിച്ചിട്ട് അതൊരു ശബ്ദജാലമാണ്. അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന്. പക്ഷെ ഇതിന്റെ അർത്ഥം അറിയുമ്പോൾ എന്താ പറയാ, നമ്മുടെ ആ ഒരു വിഷൻ, നമ്മുടെ ആ ഒരു ടോട്ടാലിറ്റിയിൽ നമ്മള് ഈ പ്രപഞ്ചത്തെ കാണുന്ന രീതി തന്നെ മാറും. ഇപ്പൊ മഹിഷാസുര മർദ്ദിനി സ്തോത്രത്തിലെ 21 ശ്ലോകങ്ങള് മന്ത്രപൂരിതങ്ങളാണ്. ഒരു സ്പിരിച്വൽ സീക്കറിന് തന്റെ ഉള്ളിലുള്ള സംഘർഷങ്ങളെ മറികടന്ന് ആ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിപ്പിക്കുന്ന വരികളാണ് ഇതിലുള്ളത്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട കാമവും ക്രോധവും, അല്ലെ? ലസ്റ്റ് ആൻഡ് ആങ്കർ എന്ന് പറയും. നമുക്ക് ശരീരത്തിന് രോഗങ്ങൾ നൽകുന്നതാണ്. ആയുർവേദം പറയണു നമ്മുടെ രോഗങ്ങൾക്കെല്ലാം ബേസിക് ആയിട്ടുള്ള കാരണം എന്താണ്? കാമവും ക്രോധവുമാണെന്ന്. ശാരീരിക പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. പ്രമേഹം, പ്രഷർ തുടങ്ങിയ ആ ഒരു നിത്യ ദുരന്തങ്ങൾക്ക് കാരണം എന്താണ്? ഈ കാമക്രോധങ്ങൾ തന്നെയാണ്. അപ്പോ ഈ ഒരു സാധനാ മാർഗത്തില് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഈ കാമവും ക്രോധവും. ഋഷിമുനിമാര് പറയുന്നു, ഈ ദേവിക്ക് മാത്രമേ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇതിന് വേണ്ടത് മനഃശക്തിയാണ്. ഈ മഹിഷാസുരനെ നിഷ്കരുണം വധിക്കാൻ നമ്മുടെ ആത്മശക്തിയായിരിക്കണം ദുർഗാ ഭഗവതിക്ക് മാത്രമേ കഴിയുള്ളൂ. കാമക്രോധങ്ങൾ ഒരു ചെറിയ തീപ്പൊരി അല്ലത്. കാരണം അത് ചെറുതായിട്ട് തോന്നും ആദ്യം, പിന്നെ എന്താ, അതൊരു കാട്ടുതീയായിട്ട് മാറും. അതിന് കാരണം എന്താ? ഈ കാട്ടുതീക്ക് കാരണം ചെറിയ ഒരു സ്പാർക്കാണ്. കാരണം ഈ കാമക്രോധങ്ങള് പെട്ടെന്നാണ് വളരുന്നത്.
അപ്പൊ മഹാലക്ഷ്മി എന്ന് പറയുന്ന ദേവി നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? നമ്മുടെ ലക്ഷ്യത്തെ കാണിച്ചു തരും. എന്താണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം? നമ്മുടെ ക്രിയേറ്റീവ് എനർജികളെ ഉണർത്തും. കാമക്രോധങ്ങളെ നിയന്ത്രണ വിധേയമായാല് നമ്മുടെ എനർജികള് ആ ഒരു ചാനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ മഹത്തായിരിക്കുന്ന ലക്ഷ്യം മനുഷ്യജന്മത്തിന്റെ എന്താണ്? ആ ഈശ്വര സാക്ഷാത്കാരം അല്ലെ? അത് ദേവി നമുക്ക് കാണിച്ചു തരുന്നു. തന്റെ ഉള്ളിലെ ആത്മശക്തിയിലേക്കുള്ള പ്രയാണം അത് തിരിച്ചറിയുമ്പോൾ ഇവിടെ ആത്മാവ് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിരുപാധികമായിരിക്കുന്ന സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ, ഒരമ്മയുടെ വാത്സല്യത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? ഈ ദേവിക്ക്, ഈ മഹിഷമർദ്ദിനിയായിട്ടിരിക്കുന്ന ദേവിയെ എന്താ പറയാ, ശരണാഗതി ചെയ്യണം. അപ്പൊ ദേവിയെ ഉണർത്തുന്ന ഒരു സ്തോത്ര രത്നാകരമാണ് ഈ മഹിഷമർദ്ദിനി സ്തോത്രം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന സട്ടിലായിരിക്കുന്ന നെഗറ്റീവ് എനർജികളെല്ലാം മാറ്റി അവിടെ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സ്തോത്രമാണിത്. അപ്പൊ ബേസിക് ട്രാൻസ്ഫോർമേഷൻ എവിടെയാ നടക്കേണ്ടത്? ആദ്യം സട്ടിൽ ലെവലിൽ അല്ലെ? അപ്പൊ ഇത് എഴുതിയ രാമകൃഷ്ണ കവി എന്ന് പറയപ്പെടുന്ന അദ്ദേഹം തെന്നാലി രാമനാണെന്ന് പറയുന്നു. ഇത് രണ്ടുപേരും ഒരാളാണെന്ന് പറയുന്നു. അവർ അത്യധികമായി ദേവി ഭക്തി ഉള്ളവരായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരു വിഭാഗം പേര് പറയുന്നുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ഇത് ശങ്കര ഭഗവത് പാദരാണ് എഴുതിയതെന്നും പറയുന്നുണ്ട്. ഇതിനെ ഒരു സങ്കടസ്തുതിയായിട്ട് പറയുന്നുണ്ട്. എന്താ സങ്കടസ്തുതി? അമ്മയെ രക്ഷിക്കൂ, ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യക വർദ്ധിനി ശൈലസുതേ. അമ്മ ഐഗിരി നന്ദിനി. അമ്മ അമ്മ അമ്മ. ഐ എന്ന് പറഞ്ഞ അമ്മ. മദമ്പ, എന്റെ അമ്മ എന്നാ വിളിക്കുന്നത്. എന്റെ അമ്മ. നമ്മൾ എപ്പോഴും ഈ എന്റെ അമ്മ എന്ന് വിളിക്കുക? നമുക്ക് കൂടുതൽ ദുഃഖങ്ങൾ വരുമ്പോ അല്ലെ, അതുവരെ അമ്മ എന്ന് വിളിക്കും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സാധിക്കാൻ വരുമ്പോൾ, നമ്മൾ വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്താ പറയാ, ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യും, എന്റെ അമ്മ എന്ന്. ഇതിനകത്ത് എല്ലാത്തിലും എന്താ പറയുന്നത്? എന്റെ അമ്മ എന്നാ വിളിക്കുന്നത്. അപ്പൊ എന്താ, ആ ദേവിയോടുള്ള ആ അദമ്യമായിട്ടുള്ള ഒരു എന്താ, സങ്കടത്തിൽ നിന്ന് എനിക്ക് മുക്തി തരൂ, ഈ ആസുരിക സമ്പത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ, എന്നെ ഈ അസുരന്മാർ ഇത് ആക്രമിച്ച് കീഴടക്കാൻ പോകുന്നു, എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു ജീവന്റെ വിളിയാണ് അവിടെ കാണുന്നത്. അപ്പൊ ദേവീ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരണാഗതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മഹിഷമർദ്ദിനി സ്തോത്രം എന്താണ്? നമ്മുടെ ആത്മശക്തിയെ നന്നായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കും. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. നമ്മുടെ ക്രിയേറ്റീവ് എനർജിയെ പ്രയോജനപ്പെടുത്താൻ സഹായിക്കും. ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ ഉണ്ടാകും. ഇത് ഉറപ്പാണ്. ഒരുപാട് ഫലങ്ങളാണ് മഹിഷമർദ്ദിനി സ്തോത്രം വായിക്കുന്നതിൻ്റെതായിട്ട് പറയുന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതി 82 ഫലങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മഹിഷമർദ്ദിനി സ്തോത്രത്തിന് ഈ പ്രകൃതി സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ അറിഞ്ഞ് കുടുംബം, സമൂഹം എല്ലാത്തിനും നന്മ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത്ര ഒരുപാട്, ഏകദേശം 23 ഫലങ്ങളാണ് ഇത് വായിച്ചാലുള്ള ഫലം. അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം സ്ത്രീ ശക്തി എന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാര ശക്തിയാണ്. ആ ദേവിയെ പൂജിക്കുന്നിടത്ത് മാത്രമേ ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ. എവിടെയാണോ ദേവിയെ പൂജിക്കുന്നത് ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. ഇനി ദുർഗാ ഭജനത്തിന്റെ ആ ഒരു ജ്യോതിഷ പ്രധാനമായിട്ടുള്ള ആ ഒരു ഫലം നമുക്ക് നോക്കാം. കാരണം ജ്യോതിഷം കുറച്ചെങ്കിലും അത് അറിയാന്നുള്ളവർക്ക്, നവഗ്രഹങ്ങളെ കുറിച്ചും ലഗ്നാലും ചന്ദ്രാലും ഒക്കെ അറിയാന്നുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം മനുഷ്യ ജന്മത്തെ നിയന്ത്രിക്കുന്നത് നവഗ്രഹങ്ങളാണെന്ന് പറയാറുണ്ട് അല്ലെ? നമുക്ക് അതുകൊണ്ടാണ് ജനിച്ച ഉടനെ ഒരു കുഞ്ഞിന് ആ ഒരു ജനന ഒരു ചാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു അതിനെയാണ് നമ്മൾ ജാതകം എന്ന് പറയുന്നത്. അതിനകത്ത് നവഗ്രഹങ്ങള് സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ട് ഇല്ലേ? അപ്പൊ ഈ സ്തോത്ര പാരായണം കൊണ്ട് നവഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ദോഷങ്ങള്, പൂർവജന്മ കർമ്മ ദുരിതങ്ങള് എല്ലാം എങ്ങനെയാണ് മാറുന്നതെന്ന് ദേവി ഉപാസകരായിട്ടിരിക്കുന്ന നമ്മൾ അറിയണം. കാരണം ഇതൊരു രഹസ്യമാണ്. പക്ഷെ ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ജ്യോതിഷപരമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലും ഞാൻ പറയുകയാണ്, കാരണം ഇത് വളരെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിനകത്ത് പറയുന്നതെല്ലാം. ജ്യോതിഷപരമായിട്ട് ദുർഗാ ഭഗവതി എന്ന് പറയുന്നത്, ദുർഗാ ഭഗവതി അല്ലെങ്കിൽ മഹാകാളി, ഇവരുടെ രണ്ടുപേരുടെയും ആരാധന ചന്ദ്രന്റെ ഘട്ടങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ നമ്മുടെ മനസ്സാണ്. ശരിക്കും പറഞ്ഞാൽ 4ാം ഭാവമാണ് വീട്, ഭക്തിമാർഗത്തിന്, മോക്ഷത്തിനുള്ള ആഗ്രഹം. അപ്പൊ ചന്ദ്രൻ എന്നത് ദുർഗാ ഭഗവതിയും കാളിയെയും പ്രതിനിധീകരിക്കുകയാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത്. ഈ 2 ഘട്ടങ്ങളിലാണ് ചന്ദ്രൻ ശക്തിയെ കാണിക്കുന്നത്. ഒന്ന്, നമ്മുടെ ആഗ്രഹങ്ങളെ കീഴടക്കാൻ സഹായിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ആത്മാവിലും വസിക്കുന്ന ദുർഭൂതത്തെ, ദുർശക്തികളെ, അതിനെ കൊല്ലാനുള്ള ദൈവീക ശക്തിയായിട്ട് ആവിർഭൂതയാവുന്നു. ഇത് 2 അതായത് ശുക്ലപക്ഷം എന്ന് പറയുന്നത് അനുഗ്രഹവും, ദുർഗാശക്തിയായിട്ട് കൃഷ്ണപക്ഷത്തിൽ വരുന്ന ചന്ദ്രൻ ബലഹീനനാകുമ്പോൾ ഭദ്രകാളിയുടെ രൂപത്തില് അനുഗ്രഹം തരുന്നു. ദുഷ്ടശക്തി നിഗ്രഹിക്കുന്ന ആരാണ്? ഭദ്രകാളി. അപ്പൊ ശുക്ലപക്ഷത്തിൽ അനുഗ്രഹവും അവിടെ ദുർഗയും
കൃഷ്ണപക്ഷത്തിൽ വരുമ്പോ ഭദ്രകാളിയുടെ രൂപത്തിലുമാണ് അനുഗ്രഹം തരുന്നത്. വ്യത്യസ്ത രാശികളില് ചന്ദ്രന്റെ അടയാള സ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ചന്ദ്രൻ ഏറിസ് എന്ന് പറയുന്ന രാശിയിൽ ചാമുണ്ടയാണ്, ടോറസിൽ ദുർഗയുടെ മാതൃസ്വരൂപമാണ്. ചന്ദ്രൻ മിഥുനത്തിൽ ദുർഗയായിട്ട് തന്റെ ഭക്തനെ, അവന്റെ ബുദ്ധിയെ ശരിയായ പാതയിൽ എത്തിക്കാൻ സഹായിക്കണു. ഇനി ചന്ദ്രൻ കർക്കടക രാശിയിൽ വരുമ്പോ അത് കാളിയുടെ ഭവനമാണ്. അവിടെ കാളിയെ കാണിക്കണു. മോക്ഷത്തിന്റെയും ഭക്തിയുടെയും തലത്തിൽ എല്ലാ സുഖങ്ങളെയും ത്യജിച്ച് മാതൃരൂപത്തിലുള്ള യഥാർത്ഥ ഭക്തിയിലേക്ക്, മാതൃസ്വരൂപിണിയായ ദേവിയിലേക്ക് യാത്ര തുടങ്ങുന്നു. ഇപ്പൊ ചിങ്ങത്തില് ചന്ദ്രൻ തികഞ്ഞ സാധനയ്ക്കായിട്ട് ഭക്തന്റെ കുണ്ടലിനി ശക്തിയെ ശരിയായ പാതയിൽ നയിക്കാനുള്ള ഉഗ്രരൂപത്തില് നിൽക്കുകയാണ്. ഇപ്പൊ ചന്ദ്രൻ കന്നിരാശിയില് ഭക്തരുടെ ബുദ്ധിയെ ശരിയായ ധാർമ്മികമായിട്ടുള്ള കർമ്മപരമായിട്ടുള്ള പാതയിൽ ദുർഗയായിട്ട് നയിക്കുകയാണ്. ഇപ്പൊ ചന്ദ്രൻ തുലാരാശിയില് കർമ്മബന്ധങ്ങളെ ശരിയായിട്ടുള്ള പാതയിലാക്കുന്ന മഹാകാളിയായിട്ട് നിൽക്കണു. ചന്ദ്രൻ വൃശ്ചിക രാശിയില് ദുർബലമാകുമ്പോൾ കാളിയുടെ ഊർജം ഉയർന്ന് ഭക്തന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. ഇപ്പൊ കാളി ഭഗവതി ആ ഒരു കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയില് ആരാധിക്കുന്നത് അത്യുത്തമമാണ്. നിങ്ങൾക്ക് ഇത് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ കാളി ഭഗവതിയും ദുർഗയും രണ്ട് ഭാവങ്ങളാണ്. ഓരോരുത്തരുടെ അവനവന്റെ ആ ജന്മ ജാതകം അനുസരിച്ച് ഏത് ഭാവത്തിൽ നിന്നാലും ഈ 12 മാസങ്ങളിൽ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി വരും. ഏതിൽ വന്നാലും ഈ രണ്ട് രൂപത്തിലും ദേവി ആ ഭക്തനെ സംരക്ഷിക്കും. ശരിക്കും ചന്ദ്രൻ ധനുരാശിയിലെ ആത്മീയമായിട്ടുള്ള ധർമ്മപരമായിട്ടുള്ള ജ്ഞാനം ഉയർത്തുന്നതാണ്. അപ്പൊ കാളി ആരാധന കൊണ്ട് മാത്രമേ നമുക്ക് ആ ആത്മീയ ജ്ഞാനം ഉണരുള്ളൂ. അപ്പൊ കാളി എന്ന് പറയുന്ന ദശമഹാവിദ്യകളിൽ ആദ്യത്തെ ആരാധനയാണ്. അപ്പോ കേതുവിന് ഇവിടെ ഉന്നത സ്ഥാനം കൈവരുന്നുണ്ട്. അപ്പോ ഈ കാളി ഉപാസന എന്ന് പറയുന്നത് സിദ്ധവിദ്യയാണ്. ലളിതാ സഹസ്രനാമത്തിൽ സിദ്ധവിദ്യ എന്നൊരു നാമമുണ്ട് അല്ലെ. ദശമഹാവിദ്യകളില് 10 വിദ്യകളും സിദ്ധവിദ്യകളാണ്. അപ്പൊ അതിന്റെ അനുഗ്രഹം എന്താണ്? സിദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മോക്ഷം തരുന്ന വിദ്യ. ശ്രീവിദ്യ 3ാമത്തെ നാമം ത്രിപുരസുന്ദരിയാണ് അല്ലെ. കാളി, താര, ഷോഡശി അല്ലെങ്കിൽ ത്രിപുരസുന്ദരി, ത്രിപുര ഭൈരവി അല്ലെ, ഭുവനേശ്വരി, ഇങ്ങനെയാണ് ആദ്യത്തെ 5 നാമങ്ങൾ വരുന്നത്. ഇതെല്ലാം സിദ്ധവിദ്യകളാണ്. ആരാണോ ഈ ദേവിമാരെ ഉപാസിക്കുന്നത്, ഏത് രൂപത്തിലും ആയിക്കോട്ടെ, അവർക്ക് എന്താണ് അനുഗ്രഹം? മോക്ഷപ്രാപ്തിയാണ്. അപ്പൊ കാളി ദേവിയാണെങ്കിലും ദുർഗാദേവിയാണെങ്കിലും മോക്ഷത്തിന് ആ സാധകനെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. ഇപ്പൊ ചന്ദ്രൻ കുംഭരാശിയില് ദുർഗാദേവി തന്റെ മൂല ത്രികോണ രാശിയില് ആന്തരികമായിട്ടുള്ള കാമത്തെ ഇല്ലാതാക്കുന്നത്. ഇത് പറയാൻ കാരണം മഹിഷമർദ്ദിനിയായിരിക്കുന്ന ദേവിയുടേത് പറയുന്നതുകൊണ്ടാണ്. കാമക്രോധങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുക. അപ്പൊ ആത്മീയ പാതയിലെ തടസ്സങ്ങളാണ് ഇവിടെ ദുർഗാദേവി ഇല്ലാതാക്കുന്നത്. ഇപ്പൊ ചന്ദ്രൻ മീനം രാശിയില് ആ ഒരു മൂല ത്രികോണത്തിലെ ഭക്തരെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. യഥാർത്ഥ സാധന എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ മോക്ഷത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ സാധിച്ചെടുക്കേണ്ടത്. ഈ ഒരു സാധ്യമായിരിക്കുന്ന ശരീരത്തിലൂടെ, സാധന എന്ന് പറയുന്ന ആ പ്രക്രിയയിലൂടെ സാധ്യമായ ഒരു കാര്യമുണ്ട്. എന്താണത്? മോക്ഷം. മോഹങ്ങളെ ക്ഷയിക്കുക എന്ന് മാത്രമല്ല, യഥാർത്ഥ സ്വസ്വരൂപ അനുസന്ധാനം. അതാണ് ഭക്തിരിത്യ വിധീയതേ. നാരദ ഭക്തി സൂത്രം പറയണു, സ്വന്തം സ്വരൂപത്തെ അറിയുന്നതാണ് ഭക്തി. ഇതിന് ആര് സഹായിക്കണു? ഈ ദുർഗാ ഭഗവതി നമ്മളെ സഹായിക്കണു. അപ്പോ ഭക്തിയില് ആത്മീയതയിലൊക്കെ ആഴ്ന്നിറങ്ങാന് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരു ദേവി സ്വരൂപമാണ് ദുർഗാ ഭഗവതി. നവരാത്രിയിൽ ആരാധിക്കുന്ന ഈ ദുർഗാദേവി ദേവിയുടെ 9 രൂപങ്ങളെയാണ് നമ്മൾ നവരാത്രി ദിവസങ്ങളിൽ ആരാധിക്കുന്നത്. ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം നവഗ്രഹ ദോഷങ്ങളാണ് ഈ 9 ദേവിമാരെ ആരാധിക്കുമ്പോൾ നമുക്ക് ഇല്ലാതാകുന്നത്. ഇതിനകത്ത് നവഗ്രഹങ്ങളില് സൂര്യൻ എന്ന് പറയുന്നത് ശൈലപുത്രി, ചന്ദ്രൻ എന്ന് പറയുന്നത് മഹാഗൗരി, ചൊവ്വ എന്ന് പറയുന്നത് സ്കന്ദമാത, ബുധൻ കാത്യായനി ദേവി, വ്യാഴം ബ്രഹ്മചാരിണി, ശുക്രൻ കൂഷ്മാണ്ഡ, ശനി കാളരാത്രി, രാഹു ചന്ദ്രകണ്ഠ, കേതു സിദ്ധിദാത്രി. നോക്കൂ, 9 ദേവിമാരും എന്താണ്? നമ്മുടെ നവഗ്രഹങ്ങളാണ്. നമ്മുടെ ജീവിതത്തില് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു നമ്മൾ വിശ്വസിക്കുന്ന നവഗ്രഹങ്ങള്. അപ്പോ ഈ മഹിഷമർദ്ദിനി സ്തോത്രം പാരായണം എന്താണ്? ഇതിന്റെ പ്രധാന സാരാംശത്തിലേക്ക് നമ്മൾ വരേണ്ടത് എന്താണ്? ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഒരു സാധകനെ സഹായിക്കുന്ന സ്തോത്രമാണ് ഈ 21 ശ്ലോകങ്ങൾ അടങ്ങിയ മഹിഷമർദ്ദിനി സ്തോത്രം. കാരണം നമ്മുടെ എല്ലാം എന്താ പറയുക, ശരീരത്തിനകത്താണ് ആത്മാവിരിക്കുന്നത്. എന്താണ് ശരീരം? ശീര്യതേ അനേന ഇതി ശരീരഃ.
മരണവും ജനനവും നടത്തുന്നതാണ് ദേഹം, അല്ലെ? കഴിക്കുന്ന ആഹാരം 13 അഗ്നിയുമായിട്ട് ചേർന്ന് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. കാലക്രമേണ അത് എന്താണ് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകും. അപ്പൊ ഈ ശരീരവുമായിട്ട്, ഈ ശരീരത്തിൽ നശിച്ചു പോകുന്ന ശരീരത്തിനകത്ത് നശിക്കാത്തതായിട്ട് ഒരു ശക്തി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയും. ഇതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ മോക്ഷം കിട്ടിയവരാണ്. പക്ഷെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ഒരു കേൾവിയിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ കാലക്രമേണ ഇത് വീണ്ടും നമ്മൾ മറന്ന ശരീരമാണ്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളോട് വീണ്ടും താതാത്മ്യം നമ്മൾ പ്രാപിക്കും. അതാണ് നമുക്ക് വരുന്ന മറവി. നമ്മളെ വീണ്ടും കുറച്ചു സമയം കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഉണരും. എന്താ കാര്യം? ഈ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് നമുക്ക് സത്യമാണെന്ന് തോന്നും. പക്ഷെ കാലക്രമേണ വീണ്ടും സത്സംഗത്തിൽ ഇരിക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ശരീരമാണെന്ന്. അപ്പൊ ഈ ഒരു മറ, ഈ മായ, നമ്മളത് നന്നായിട്ട് കണ്ടുല്ലേ ഉപചാരങ്ങളില്. ഈ മായയാണ് നമുക്ക് ഒരു മറയുണ്ടാക്കുന്നത്. ഈ സ്തോത്രം നിത്യേന പാരായണം ചെയ്യുമ്പോൾ ആ മറ മാറിപ്പോകുന്നു. അപ്പൊ നമുക്ക് മഹിഷമർദിനി സ്തോത്രം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ മാർക്കണ്ഡേയ പുരാണ അന്തർഗതമായിരിക്കുന്ന ദുർഗാ സപ്തശതിയിലെ പ്രധാനപ്പെട്ട 5 കഥകളെ ബേസ് ചെയ്തിട്ടാണെന്ന് കണ്ടു. ആ 5 കഥകൾ എന്താണെന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ആദ്യത്തെ എന്താ പറയാ ആ ശ്ലോകം എന്താണെന്ന് നോക്കാം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് കഥകളിലൂടെ നിങ്ങൾക്കെല്ലാം ഈ കഥകൾ അറിയുന്നതാണ്. പക്ഷെ ഈ 5 കഥകളെയാണ് മെയിൻ ആയിട്ട് ഈ സ്തോത്രം ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ മഹിഷമർദിനി സ്തോത്രത്തില് നമ്മൾ എന്താണ്, ആദ്യം നിങ്ങളുടെ കയ്യിൽ എല്ലാം പുസ്തകം ഉണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് നോക്കുക. അത് നമ്മൾ പാരായണം പാട്ടായിട്ടല്ല, അതിന്റെ നാമങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. എന്നിട്ട് സമഗ്രമായിരിക്കണം അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എന്തായാലും ഇന്ന് തുടങ്ങി വെക്കാം. 2 ശ്ലോകമെങ്കിലും ഇന്ന് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. അപ്പോ മഹിഷമർദിനി സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം ഐ ഗിരി നന്ദിനി നന്ദിത മേദിനി വിശ്വവിനോദിനി നന്ദിനുതേ ഗിരിവര വിന്ധ്യ ശിരോധി നിവാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേ ശിതിഖണ്ഡ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരികൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. എന്താണ്? ഐ ഗിരി നന്ദിനി, അല്ലയോ പർവ്വതപുത്രിയായിരിക്കുന്ന പാർവതി ഭഗവതി. ഐ എന്ന് പറഞ്ഞാല് അമ്മ. അപ്പൊ നന്ദിത മേദിനി, അപ്പൊ നന്ദിത മേദിനി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മുഴുവനും ആനന്ദം നൽകുന്നവളെ. നമുക്ക് ആ ഓരോ വാക്കിന്റെയും അർത്ഥം നോക്കിയിട്ട് നമുക്ക് സമഗ്രമായിരിക്കുന്ന അർത്ഥം നോക്കാം. വിശ്വവിനോദിനി, പ്രപഞ്ച സംരക്ഷണം എന്ന ഭാരമേറിയ ജോലി വെറുമൊരു വിനോദം മാത്രമായിട്ട് കാണുന്ന അല്ലയോ ഭഗവതി. നന്ദിനുദേ, നന്ദി ആരാണ്? ശിവവാഹനമായിരിക്കുന്ന നന്ദികേശ്വരൻ. ശിവവാഹനമായിരിക്കുന്ന നന്ദികേശ്വരനാൽ സ്തുതിക്കുന്ന അല്ലയോ ദേവി. ഗിരിവര വിന്ധ്യ എന്ന് പറഞ്ഞാൽ പർവ്വത ശ്രേഷ്ഠനായിരിക്കുന്ന വിന്ധ്യന്റെ കൊടുമുടിയിൽ കുടികൊള്ളുന്നവളെ. ശിരോധി നിവാസിനി, അത് എടുത്ത് പ്രത്യേകമാണ് പറയുന്നത്. ശിരോധി നിവാസിനി എന്ന് പറഞ്ഞാൽ വസിക്കുന്നവളെ. വിഷ്ണു വിലാസിനി, വിഷ്ണുവിന്റെ സഹോദരിയായിട്ട്, അതായത് വിഷ്ണു മായയായിട്ട് ആരാധിക്കപ്പെടുന്നവളെ. ജിഷ്ണുനുതേ, ജിഷ്ണു എന്ന് പറഞ്ഞാൽ അർജുനനാൽ സ്തുതിക്കപ്പെട്ടവളെ. അത് നമുക്കറിയാം കിരാതം, അതായത് ദേവി പാർവതി പരമേശ്വരന്മാരുടെ കിരാത ഭാവത്തിലുള്ള കഥയാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ. അതാണ് അത് പറയുന്നത്. ശിതിഖണ്ഡ കുടുംബിനി, ശിതിഖണ്ഡൻ എന്ന് പറഞ്ഞാൽ ആരാ? ശിവന്റെ ധർമ്മപത്നിയായിട്ടിരിക്കുന്നവളെ. ഭൂരി കുടുംബിനി എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ഗൃഹങ്ങളിലെ വേണ്ടത്ര ഐശ്വര്യം നൽകുന്നവളെ. ഭൂരി കൃതേ, ഐശ്വര്യം നൽകുന്നവളെ. ജയ ജയ ഹേ മഹിഷാസുരമർദിനി കൂടിയായിരിക്കുന്ന അല്ലയോ ദേവി. രമ്യകപർദിനി, അതിമനോഹരമായിരിക്കുന്ന ജഡ ധരിച്ചവളെ. ശൈലസുതേ, അല്ലയോ ഹിമാലയത്തിന്റെ പുത്രി, അവിടുന്ന് വിജയിച്ചരുളിയാലും. അപ്പൊ എന്താണ് ഈ ശ്ലോകം? ആദ്യത്തെ ശ്ലോകം പറയുന്നത് പർവ്വത നന്ദിനിയും പ്രപഞ്ചത്തിന് മുഴുവനും ആനന്ദം കൊടുക്കുന്നവളും ലോക സംരക്ഷണം ഒരു വിനോദമായി കാണുന്നവളും നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെടുന്നവളും വിന്ധ്യപർവ്വത ശൃംഗത്തിൽ കുടികൊള്ളുന്നവളും വൈഷ്ണവ ചൈതന്യം നിറഞ്ഞവളും അർജുനനാൽ സ്തുതിക്കപ്പെടുന്നവളും ശിവഭക്തിയായി ഭക്തജനങ്ങളുടെ ഗൃഹങ്ങളിലെല്ലാം ഐശ്വര്യം നിറയ്ക്കുന്നവളും ജഡാധാരിണിയും ഹിമവത് പുത്രിയും മഹിഷാസുരമർദിനിയുമായ അല്ലയോ ഭഗവതി, അവിടുന്ന് മേൽക്കുമേൽ വിജയിക്കട്ടെ. ഇപ്പൊ കൈലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈലാസവും ഗൗരി ശിഖരവും എവിടെയാണ്? ഹിമാലയത്തിലാണ്, അല്ലെ?
എങ്കിലും ദുർഗാദേവിയുടെ സ്ഥിരമായിട്ട് വസിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിന്ധ്യൻ എന്നാ പറയുന്നത്. അപ്പൊ പരാശക്തി തന്നെ കാളി, ദുർഗ, പാർവതി എന്ന് 3 സങ്കല്പങ്ങളുണ്ട്. ഇതിൽ ദുർഗ എന്ന് പറയുന്ന ദേവി സങ്കല്പം വിന്ധ്യ നിവാസിനിയാണ്, വിന്ധ്യാപർവ്വതത്തില്. പാർവതി ദേവി ഹിമാലയത്തിലാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാ പുരാണങ്ങളും പറയുന്നത്. വിഷ്ണു വിലാസിനി എന്ന പദം ദേവിക്ക് മഹാവിഷ്ണുവുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. വിഷ്ണുവിന്റെ സ്ത്രൈണഭാവം അങ്ങനെ വേണമെങ്കിൽ പറയാം. ലോക സംരക്ഷണത്തിന് ഭഗവാൻ പ്രയോഗിക്കുന്ന മായ, അതിനെയാണ് വിഷ്ണു മായ എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിലും ഈ നാമത്തിന് നമുക്ക് അർത്ഥമെടുക്കാം.